ശ്രീനഗറിൽ വലിയ പ്രശ്നമാണ്. ശ്രീനഗറിൽ വിമാനത്താവളത്തെ ലക്ഷ്യമിട്ടുള്ള ഡ്രോണുകൾ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നഗരത്തിലാകെ കനത്ത ജാഗ്രതയാണുള്ളത് എന്ന് പറയുന്നു. തലസ്ഥാന നഗരമാണ്, കൂടുതൽ ആളുകളുള്ള ഭാഗമാണ്. അവിടെയൊക്കെ വലിയ ജാഗ്രതയുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. നമ്മൾ കൃത്യമായി അറിയുന്നുണ്ട്. ശരിക്ക് ഈ വശത്ത് മലനിരകളാണ്. ആ വശത്തുള്ള മലനിരകളിൽ നിന്ന് ഡ്രോണുകൾ വരുന്നു. അവിടെ ഈ ഭാഗം നമ്മളിപ്പോൾ കാണുന്ന വലതുവശത്തെ ഭാഗം കുപ്വാരയാണ്. ഈ ഭാഗം കുറേ കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ കുപ്വാരയിലാണ് മലനിരകൾ കാണുക. ആ മലനിരകൾ അതിനപ്പുറം കുപ്വാരയാണ്. കുപ്വാരയിൽ നിന്നാണ്, കുപ്വാരയിൽ ഇന്ത്യയുടെ ബോർഡറാണ്, ഇന്ത്യയുടെ അതിർത്തി മേഖലയാണ്. LOC ഉള്ളത് കുപ്വാര, ചൗക്കിബാൽ അടക്കമുള്ള ഭാഗങ്ങളിലാണ്. അവിടെ വലിയ ശബ്ദം, അവിടെ നിന്നാണ് ശബ്ദം കേട്ടത്. നമ്മൾ ഈ ഭാഗം 60-70 കിലോമീറ്റർ ഇപ്പുറം നിന്ന് കേൾക്കണമെങ്കിൽ എത്രത്തോളം ആഘാതമുണ്ടാകും ആ ഡ്രോണുകൾക്ക്, ആ ഷെല്ലുകൾക്ക് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ആ രൂപത്തിൽ വലിയ നമ്മൾ ഭയപ്പെട്ടു പോകുന്ന രൂപത്തിലുള്ള സാഹചര്യമാണ് ബാരാമുള്ളയിലേത് എന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല. ബാരാമുള്ളയിലെ ജില്ലാ പോലീസ് ആസ്ഥാനത്താണ് റിപ്പോർട്ടർ TV ഉള്ളത്. ഇവിടെ കമാൻഡിൻ്റെ വാഹനം കിടക്കുന്നത് കാണാം. സൈറൻ ഇടയ്ക്കിടെ മുഴങ്ങുന്നുണ്ട്. ഇന്നലെ രാത്രി കനത്ത ജാഗ്രതയായിരുന്നു ബാരാമുള്ളയിൽ എന്നുള്ളതാണ്. ആരും പുറത്തിറങ്ങരുത് എന്ന നിർദ്ദേശം. അത് എന്തും സംഭവിക്കാമെന്ന നിലയായിരുന്നു. ഒരാളും പുറത്തിറങ്ങരുത്, മൊബൈൽ ഫോൺ ഓണാക്കിപ്പോലും അതിന് വെളിച്ചം നൽകരുത് എന്നുള്ളതായിരുന്നു നിർദ്ദേശം. ഇതാ ഇപ്പോൾ സൈറൻ കേൾക്കുകയാണ്. ഇടയ്ക്കിടെ ഇങ്ങനെ സൈറൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ, പോലീസ് ഉദ്യോഗസ്ഥർ, പോലീസ് സ്റ്റേഷനുകളിലേക്ക് ആളുകൾ എത്തുന്നതൊഴിച്ചാൽ, പോലീസുകാരെത്തുന്നതൊഴിച്ചാൽ വേറെ പുറത്ത് ആളുകളെ കാണുന്നില്ല. വാഹനങ്ങളും വളരെ കുറവാണ് പുറത്തിറങ്ങുന്നത്. സാധാരണഗതിയിൽ ഇത് പ്രധാനപ്പെട്ടൊരു പാതയാണ്, നാഷണൽ ഹൈവേ ആണ്.